ഞാൻ ഈ കേസിൽ ഇല്ലാന്നേ, അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അതാണ് ഇതിലെ കാര്യം. യഥാർത്ഥത്തിൽ ഈ കേസ് നടത്തുന്നത് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അജകുമാർ സാറാണ്. ഓക്കെ, അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാത്രം ഞാൻ ചെയ്യണത്. ഓക്കെ. പക്ഷെ പുറത്തു നിന്ന് അതിജീവിതയ്ക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവര് എങ്ങനെയെങ്കിലും എന്നെയും കൂടി മാറ്റണം. ഓക്കെ, അവർക്ക് ആരും ഉണ്ടാവാൻ പാടില്ല, ഒറ്റപ്പെടണം, അവരൊറ്റപ്പെടണം. അതായിരുന്നു അതിനു വേണ്ടി പറയുന്നതാ. എനിക്കിതൊന്നും പ്രശ്നമില്ല. ഇപ്പൊ മറുനാടൻ മലയാളി എന്നെ എന്തോരായി എനിക്കിത് പറഞ്ഞോണ്ടിരിക്കുന്നത്. പറയുന്നത് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടോ? ഇല്ല, കാരണം എന്താ വെച്ചാൽ അത് മനഃപൂർവ്വം പറയുന്നതെന്ന് എനിക്കറിയാലോ. കാരണം അങ്ങനെ ഒരു സംഭവങ്ങളില്ല. ഇയാള് ഇതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇനി പണ്ട് 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 എന്നും പറഞ്ഞിട്ടാണ് ഈ പറയണത്. ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമാണ് പറയണതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതല്ലാത്ത കുറേ കാര്യങ്ങൾ പറയാം. ഞാൻ കൊള്ളില്ലാത്ത വക്കീലാണ്, കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ അറിയാൻ പാടില്ല, കോടതിയിൽ കേസ് നടത്താൻ അറിയാൻ പാടില്ല. ഞാനല്ലേ ഈ കേസ് ജയിച്ചത്. എവിടെ ജയിച്ചു എന്ന് ചോദിക്കുമ്പോൾ എന്ത് ഉത്തരം തരും? എടോ, മെമ്മറി കാർഡിന്റെ കേസ് അറിയോ തനിക്ക്? അറിയാം. ആ കേസ് ജയിച്ചോ? ജയിച്ചു. അത് ആരാ ജയിച്ചേ? അല്ല, ഞാൻ ചോദിക്കുന്നത് അത് അതിജീവിത ജയിച്ചു. അതിജീവിതയ്ക്ക് അഡ്വക്കേറ്റ് ആരായിരുന്നു? TB വിനി. അതത്രേ ഉള്ളൂ. അല്ല, അപ്പോഴും ഞാൻ ചോദിക്കുന്നത് കേസ് വേറെ നടത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ അതൊന്ന് ക്ലിയർ ആയിട്ട് പറയണം ജനങ്ങളോട്. ജനങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നത് എന്ത് വിശ്വസിച്ചോട്ടെ, ജനങ്ങൾക്ക് എന്നെ അറിയാം. നമുക്ക് തിരുത്തണം. അത് ആളല്ലല്ല, 56 വയസ്സായി. 17 വയസ്സ് മുതൽ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ 21ാമത്തെ വയസ്സിൽ ലോ കോളേജിൽ വന്നപ്പോഴേ 4 പേരെ വെച്ച് സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്ത 4 പേരെ വെച്ച് അഡ്വക്കേറ്റ് മിനിനെ ജനങ്ങൾക്ക് അറിയാം, നന്നായിട്ടറിയാം. നിങ്ങൾക്കിപ്പോൾ ചെറുപ്പക്കാർക്ക് ഒരാൾക്കറിയില്ല. നിങ്ങളിപ്പോൾ ഞങ്ങളൊന്നും ശ്രദ്ധിക്കില്ല.